ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ പരിപാടി ചൂണ്ടയിടണേൽ ഫസ്റ്റ് ചൂണ്ടയും അതിൻ്റെ മറ്റ് ഐറ്റംസും വേണം. അത് വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. നാട്ടിലുള്ള എല്ലാ ഷോപ്പിലും മാറി മാറി കയറിയിട്ട് ഒരു ചൂണ്ടയും ടങ്കീസ് ഒന്നും കിട്ടാനില്ല. അങ്ങനെ കുറേ തപ്പി ലാസ്റ്റ് കിട്ടി. പക്ഷെ ടങ്കീസ് നന്ന് നേരിയതാണ്. തൽക്കാലം കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ആക്കാം. ബാക്കി നമുക്ക് നടന്നുകൊണ്ട് പറയാം. ബാ ചൂണ്ട നമുക്ക് താഴ്ന്നു കേട്ടാം. നമ്മളെ ക്യാമറാമാനെ കാണിച്ചു തരാം. നോക്കട്ടെ, ഉണക്കിനാ. ഇതാണ് നമ്മളെ ക്യാമറാമാൻ. ആ ക്യാമറാമാനെ കാണുന്നില്ല. ക്യാമറാമാൻ കുറച്ച് സൈഡോട്ട് വെക്കൂ. ആ, ഇതാണ് സുഖമാണ് നമ്മുടെ ക്യാമറാമാൻ. ഇന്ന പടി ചൂണ്ടിടാന്ന് പറഞ്ഞപ്പോ ഞാൻ ഫസ്റ്റ് ആടെ തോട്ട് പോയി ഇടാന്ന് പറഞ്ഞ. അപ്പൊ ഇവനാണ് നിർബന്ധം കടലിൽ പോയിടണം. നോർമലി കടലിൽ ആൾക്കാർ ചൂണ്ടിയിടാൻ പോകുന്നത് നമ്മളെ അഴീക്കലാണ്. പക്ഷെ ഇത് കുറച്ച് വെറൈറ്റി. ഇത് കീയുമ്പോ നോക്കണം. ഞാൻ പോകാണ്ട് നോക്കട്ടെ ആദ്യം. ചൂണ്ടിയിടാൻ വേണ്ടി എന്തൊക്കെയാ ഈശ്വര. ആ, സേഫ്. വാ വാ. ഇവരെന്തോടെ കളിക്കുന്ന ഇത്? ഇനി ഇതുവഴി വേണം അങ്ങോട്ടേക്ക് പോവാൻ. ഇല്ല, വഴി ബ്ലോക്കാണോ ഗൈസ്? നമ്മളെ വഴി ബ്ലോക്കാണ് ഗൈസ്. മുണ്ടക്കാട് എന്ന് പറഞ്ഞിട്ട് വഴി ബ്ലോക്കാണ്. എന്നാലും നമ്മൾ പോകും. വീടെല്ലാം ഫോണ് പോയാലില്ലേ പിന്നെ കഴിഞ്ഞ്. പിന്നെ വ്ളോഗും ഉണ്ടാവില്ല, ഒരു ലൊട്ടയും ഉണ്ടാവില്ല. വഴിയാങ്കിതാ മുണ്ട കയറി അടഞ്ഞ്. എന്നെ കാണുന്നുണ്ടോ അവിടെ? ഉണ്ടോ? ആ, ഉണ്ട്. ആ, ഇതെന്താ സാധനം? കൊറേ ഉണ്ട്. തിന്നാൻ പറ്റൂല. നീനോട് ചോദിക്കാം എന്താന്ന്. ഓ, ഓ, ചൊറക്കാനാ? നമുക്കിനി ചൂണ്ട കെട്ടിത്തരാൻ പോകുന്നത് നമ്മളെ ബാബുവേട്ടനാണ്. എന്താ പറഞ്ഞേ? എന്താടാ കണ്ടാ? നീ വ്യൂ നോക്കടാ. കണ്ടാ കടലിന്റെ നടുക്ക്? ഇവിടുന്ന് ആരെങ്കിലും കടലിൽ പോകണ്ടെന്നാ മതി. കാണുന്നില്ല. എടാ, ഇതൊക്കെ കെട്ടുമ്പോ കുറച്ച് മര്യാദക്ക് കെട്ടിക്കൂടെ? എന്തായേ? ഇതിനെല്ലാം നഷ്ടപരിഹാരം ആ മുളക്കിറ്റ ആ മുളക്കുറ്റിക്ക് വരെ. അറ്റത്തോട്ട് അതിന്റെ മുകളിലാണ് നമ്മൾ ഉണ്ടായത്. ഇതാ നമ്മള് ഇതുവഴിയെല്ലാം ഒന്ന് ഇവിടെ എത്തി. ഒരു കെട്ടിടുക, ബാക്കി ചുറ്റുക. തോട്ടിൽ പോയിട്ട് വല്ല മലഞ്ഞിലോ അല്ലെങ്കിൽ മറ്റേ മുഷുവോ കഴിച്ചലോ എന്തെങ്കിലും ഒക്കെ കിട്ടുന്ന. ഇവിടെ വന്നിട്ട് ഇനി ഒന്നും ഉണ്ടാവില്ല. ചൂണ്ട സെറ്റാക്കുന്നതിനിടക്ക് നമുക്കൊരു പണി കിട്ടി. ടങ്കീസൊക്കെ ആകെ കുടുങ്ങി വലഞ്ഞൊരു പരുവായി. പിന്നെ അതൊക്കെ സെറ്റാക്കി എടുക്കാൻ തന്നെ സമയം കുറെ വേണ്ടി വന്നു. 2 hours later. അങ്ങനെ നീണ്ട പരിശ്രമത്തിന് ശേഷം ഞങ്ങൾ ചൊറ അയച്ചെടുത്തു. നമുക്ക് വില്ല മീൻ തന്നെ വേണം, അതുകൊണ്ട് വില്ല ചൂണ്ട. യൂട്യൂബ് വീഡിയോയിൽ നോക്കിയിട്ടാണ് ചൂണ്ട കെട്ടിയത്. കാരണം നമ്മൾ ഈ സാധാ കെട്ടുന്ന പോലെ കെട്ടിയിട്ടൊന്നും കാര്യമില്ല. ഇളകൂല എന്ന് നമുക്ക് വിശ്വസിക്കാം. പോയാ നമുക്ക് അടുത്തേക്ക് കൊണ്ടിടാം. വെള്ളം കിടക്കുന്നുണ്ട്. വെള്ളം എടുക്കല് പണിയാ കിടന്ന്. നമുക്ക് കുറച്ച് വെള്ളം എടുക്കാം.
കൊയക്ക അന്റെ കൈതാ ഉണ്ട്. അത് നമ്മള് കാണൂല ചപ്പ് ഇറങ്ങിട്ട്. അത് നല്ല അതാണ് കറക്റ്റ് തറച്ച കയ്യില് ചോരായിരുന്ന. ഇത്ര കഷ്ടപ്പെടണ വൈഷ്ണവേ നോക്കിതാ. ഇത് നന്ന വെള്ളായി പോയാ എന്നാ ഞാനൊന്നും പറയുന്നില്ല. അതെന്നെ പറയാനുള്ളേ. ഓരോരോ കഴപ്പേ ഇത്ര വേണ്ടേ? ആരോ ഛർദിച്ച പോലെയുണ്ട്. പണ്ട് ചെറുപ്പത്തിൽ ഇത് ചൂണ്ടിയിടാൻ പോവും 7ാം ക്ലാസ്സിൽ. അന്നേരം ലാസ്റ്റ് ചൂണ്ടിയിട്ടെ. അന്നത്തെ അന്നദാന പ്രഭുവിന് ഞാൻ അന്നദാന പ്രഭുവേ എത്ര പാടൊന്നും വേണ്ട. ചോറ് കൊടുക്കാൻ പോയാ ഇതില്ലേ കുട്ടി ദൂരെ വരില്ലേ. ആദ്യം ഒഴിച്ചപ്പം വെള്ളം നല്ലോണം കുറഞ്ഞ്, രണ്ടാമതാക്കിയപ്പോ വെള്ളം നല്ലോണം കൂടി. അത് കുഴച്ചിട്ടാണെങ്കിൽ ഒരുമാതിരി. അതിനിടക്ക് ഇതും എന്റെ ബൈസെപ്സ് ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് പറയപ്പെടുന്നു. എറി അല്ല നീ പിടിച്ചോ, ഞാൻ അറിയാം. വേണ്ട വേണ്ട ഇങ്ങനെ നമുക്ക് ലൊക്കേഷൻ മാറ്റിയാലോ? വീട് അറിയാ വലിച്ചെറിയടാ. അങ്ങനെ അറിഞ്ഞ ഇത് പോവില്ലടാ. ഇതില്ലേ നമ്മക്ക് പറഞ്ഞ പണിയല്ല. ഇതല്ലേ ഞാൻ നൂറാട്ടം പറഞ്ഞേ. എടാ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്താലേ നമുക്ക് മനസ്സിലാവും നമുക്ക് പറഞ്ഞ പണിയാണോ അല്ലയോ എന്ന്. ചൂണ്ട പിടിക്കുന്നു, സോറി ചൂണ്ടയിടുന്നു. അതെ അതെ 2-3 ഓട്ടം കൂടി ട്രൈ ചെയ്തിട്ട് നമുക്ക് തോട്ട് പോവാം. ഏട്ടൻ എറിഞ്ഞുതരാം, ഞാൻ എറിഞ്ഞ് കാണിച്ചു തരാം. എന്താ പറയാനല്ലേ? നമ്മക്കില്ലേ തോട്ട് പോവാ. എവിടെയുണ്ട് ഫ്രെയിം? എവിടെയുണ്ട്? ചീറ്റിപ്പോയി ഗൈസ്. ഫസ്റ്റ് അറ്റംപ്റ്റ്. നമ്പർ 2 ലൂസാ എറിഞ്ഞോ? അത് അങ്ങ് എത്തണ്ടാന്ന്. ഇതെങ്ങനെ എറിയണ്ടേ അറിയോ? ഞാൻ എറിഞ്ഞ് കാണിച്ചു തരാം. മീനെ പിടിക്കാനല്ല. ഓക്കെ, ഇങ്ങനെ കറക്കുക. എന്നിട്ട് കണ്ട ഇതുപോലെ അറിയണം. പക്ഷെ അതിന് കിട്ടുമോ എനക്കറിയില്ല. അതെ കല്ലിന്റെ മുകളിലായിരിക്കും. ഗൈസ് പോയി ഗൈസ്. കിട്ടി. വീണ്ടും കൂടി പോയി. ഇല്ല ഉണ്ട്. അതെ കണ്ട ഇതുപോലെ വേണം അറിയാം. ആറിന് കാണിച്ചരാ. അതിൽ ഇടുന്ന അറിയല്ല നമുക്കില്ലേ. ഞാൻ എടാ നീ ആളെ പിടിക്കടാ. ലൊക്കേഷൻ മാറ്റാ. വേറെ അപ്പുറം നല്ല സ്പോട്ട് ഉണ്ട്. അതെയോ? നമുക്ക് ആടെ പോയിട്ട് എറിയാ, കറക്കി എറിയാ. ഇന്ന് നമ്മള് സ്രാവിനെ പിടിക്കുന്നു. കടലിന് നമ്മൾ ലാസ്റ്റ് അടുത്തുള്ള തോട്ടിലേക്ക് എത്തി. നമുക്കിതേ പറ്റൂ. അല്ല ഇനി ഇതും പറ്റൂന്ന് നമുക്കറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ അന്നദാന പ്രഭുവേ നിൻ
എടാ ഇത് പക്ഷെ വലുതാണേ. ആരെങ്കിലും ചോദിച്ചതിനപ്പുറമാണ് നമ്മൾ കറക്റ്റ് പോയിട്ട് വരുന്നതാണ്. തൽക്കാലം നീയല്ലേ കെട്ട്. നമുക്ക് ഫസ്റ്റ് സത്യം പറഞ്ഞ ഇവിടെ വന്നാ മതിയേനു. ഓ മറ്റേ നമ്മളെ കടലിനെ കുറിച്ച് എന്താ പറയാനുള്ളേ? കടല് ഭയങ്കര ഇളക്കാണ്. അതായത് മീനായിട്ടാണ്. ഓ അതുകൊണ്ടായിരിക്കും നമുക്ക് കിട്ടാഞ്ഞല്ലേ. പിന്നെ നമ്മള് എന്താ കൊടുക്കുന്നില്ലേ? ആണേ എറിയുന്നെല്ലാം കല്ലിലാ കൊടുക്കുന്നേ. ആ ഫസ്റ്റ് നമുക്ക് വീട് എറിഞ്ഞിട്ട് സ്രാവ് വേണ്ട മുഷുവിനെ പിടിക്കാം. എന്നിട്ട് നമുക്ക് കടലിൽ പോയിട്ട് സ്രാവിനെ പിടിക്കാം അല്ലേ ബാബു? അതൊക്കെ അത്ര ചൂണ്ട പിടിക്കുമ്പോൾ ജോലി ആക്കുന്ന ബാബുവായിട്ട് എന്ത് ചെയ്യാനാ? ആരെങ്കിലും ഒരു പണി സെറ്റാക്കി. ആ മീനൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാം. മറ്റേ സാധനം ഇടാം. എന്തായാലും ഒന്നും കിട്ടാൻ പോകുന്നില്ല. മീനിനെ കൊണ്ടുപോകാനുള്ള ബാഗാ. എടാ ഈ സാധനത്തിൽ നീ മീനങ്ങ് നീ ഇതിൻ്റെ അകത്ത് കൊത്തോ? ഇല്ല. കറക്റ്റ് ആയിട്ട് സാധനം ഇട്ടിട്ടുണ്ട്. ഇനി മീനിനെ കിട്ടിയില്ലെങ്കിൽ സുഖമാണ്. നമുക്ക് ഒരു 1/4 മണിക്കൂറൂടെ കാത്തിരിക്കാം. എന്തെങ്കിലും വല്ല പരലോ വരയനോ മുള്ളനോ എന്തെങ്കിലും കിട്ടുമോ എന്ന് നിൽക്കുന്നവരെ നമുക്കിവിടെ കുത്തിരിക്കാം. ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്കിത് ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് മറ്റേ ആ സാധനമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കാം. എന്താണ് ഗൈസ്? നമ്മളെ നൈസായിട്ടൊന്ന് പ്രാങ്ക് ആക്കിയതാ. ചെറുങ്ങനെ ഒന്ന് കൊത്തിയിട്ട് ഓനങ്ങ് പോയി. ആണ് ഇവിടെ തന്നെ ഇരിക്കണ്ട. നമുക്ക് മാറിക്കാം. അതെ നമ്മളെന്തിനാ ഡിസ്റ്റർബ് ആക്കുന്നേ? അതന്നെ അടാ ഇതാണ് എൻ്റെ നാട്. ആണോ വലയിലിട്ടിട്ടുണ്ടോ? നമുക്ക് ഈ ഫോണ് അണ്ടർ വാട്ടർ നോക്കിയാലോ? വേണ്ട വേണ്ട അങ്ങനത്തെ പരിപാടി ഒന്നും വേണ്ട. കുളത്തിന് വരാൻ ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് വല കുടുങ്ങിട്ട് എത്തുവതാടാ. ഇതെല്ലാം എടുത്ത് കളയേണ്ട സാധനം. പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നില്ല നോക്കണ്ടല്ലേ? ചെയ്യണോ? പക്ഷെ എടുക്കാൻ പറ്റുമോ അറിയില്ല. ഇല്ല ഞാൻ ശ്രമിക്കും. നമുക്ക് ഈ വല എടുത്ത് മാറ്റാപ്പോ. പട്ടികളൊക്കെ ഇതാണ് നേടിയോ നമ്മളെ കൂട്ടി പോകുന്നുണ്ട്. പട്ടികൾ ഈടെ വന്നിട്ട് പ്ലാസ്റ്റിക് ഇടുന്നു. പട്ടി എന്ത് 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 ചെറ്റത്തരാ നോക്കിയേ. മാതൃകയായി വൈഷ്ണവ്. ഇനി അങ്ങോട്ട് രണ്ടും നീ ചായ കുടിക്കാൻ പോയി കഴിഞ്ഞാൽ കടിയെല്ലാം കൂട്ടിയിട്ട് 10-100 റുപ്യാവും. നടക്കൂല മോനെ, നടക്കൂല. ചായ കുടിക്കാൻ പോയാൽ 100 റുപ്യ അലവാകും. ചിക്കു കുടിക്കാൻ പോയാൽ 70 റുപ്യയിൽ തീരും. വെറുതെ എന്തിനാ? എനക്ക് തണുപ്പാണ്. എടാ തണുപ്പൊക്കെ എപ്പോ വന്നതാടാ. അതെല്ലാം അങ്ങ് പോവും. കൊത്തീനാ? ഇല്ല കൊത്തീനെങ്കിലും അത് വലിക്കൂലടാ. അഴകേ നീ എന്നെ പിരിയല്ലേ പാടടാ. വെയിലടിച്ചിട്ട് ഭയങ്കര ടാനായി പോയി അല്ലേ? അതെ അതെ. കാടപ്പറ ചൂണ്ടയിടൽ എനക്ക് തീരെ പിടിക്കാത്ത കാര്യം കാത്തിരിക്കലാണ്. ക്ഷമയില്ലാത്ത പൊണ്ട. കയ്യില് നോക്കി കിട്ടി പോയി. പോയി മീന് പോയി. കൈമ കിട്ടിട്ട് പോയി. പോരെ ലേശം മതി. അത് കാര്യമില്ല. അത് നമ്മള് കബളിപ്പിക്കും. എടാ തിന്നട്ടടാ, എല്ലാരും തിന്നട്ടെ. ഇവൻ മീനിനെ ഊട്ടിട്ട് നമ്മളില്ലേ മീനെ പിടിച്ചിട്ടില്ലെങ്കിലും അത് തിന്നട്ടെ, ജീവിക്കട്ടെ. ഈ തോട്ടുന്നതിൽ എന്ത് കിട്ടാനാണ്? ഇനിയിപ്പോ ഇതിൽ നടക്കാൻ പോകുന്ന ഞാൻ പറഞ്ഞുതരാം. നമ്മളവിടെ പോയിരിക്കും, കുറച്ച് കഴിയുമ്പോൾ വലിക്കും, നമ്മളെടുക്കും, മീന് പോകും. നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം. സാല നമുക്കൊന്ന് കിട്ടും, അടുത്തേല് കിട്ടും. അടാ അവിടെ മതിയടാ, അവിടെ വരുന്നുണ്ടല്ലോ. 2 വട്ടം വന്നില്ലേ? ഒന്ന് പഴിച്ചാ 3. എല്ലാ കാര്യത്തിലും എന്തോ എങ്ങനെ പറ.
ബാബുയെ എത്ര നേരമായിരുന്നു തുടങ്ങിയിട്ട്? കുറേ സമയം ക്ഷമ വേണം, ക്ഷമ വേണം. എന്തായാലും ഒന്നും കിട്ടാനൊന്നും പോകുന്നില്ല. അപ്പോൾ നമ്മൾ ഈ പരിപാടി ഇവിടെ വെച്ച് നിർത്തുന്നു. ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇവിടെ വന്നു, മീന് അന്നദാന പ്രഭുവായി, എല്ലാവർക്കും ഭാര്യയ്ക്ക് ഒരു ഫുഡ് കൊടുത്തു. അപ്പോൾ നമ്മൾ പാക്കപ്പ് ചെയ്യുന്നു. ബൈ.